ഹോർമുസ് കടലിടുക്കിന് പിന്നാലെ തന്ത്രപ്രധാനമായ ബാബൽ മന്ദബ് കടലിടുക്കും ഉപരോധിക്കുമെന്ന ഇറാന്റെ പുതിയ മുന്നറിയിപ്പ് ആഗോള സാമ്പത്തിക രംഗത്ത് വലിയ ആശങ്കയ്ക്ക് കാരണമായിരിക്കുന്നു. അമേരിക്കയും സഖ്യകക്ഷികളും സൈനിക സമ്മർദ്ദം തുടർന്നാൽ അപ്രതീക്ഷിത നീക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ലോകത്തിലെ എണ്ണയുടെ ഏകദേശം 20%, ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെ 25% പ്രതിവർഷം കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടിയത് ലോകവാണിജ്യത്തെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെ ഉണ്ടായ ഈ പുതിയ നീക്കം ആഗോള ഊർജ്ജ വിതരണത്തെയും വ്യാപാരത്തെയും ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. യമനും ആഫ്രിക്കൻ രാജ്യങ്ങളായ ജിബൂട്ടി, എറിത്രിയ എന്നിവയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഈ കടലിടുക്ക് ചെങ്കടലിനെയും ഗൾഫ് ഓഫ് ഏദനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സുപ്രധാന കണ്ണിയാണ്. ലോകത്തെ ആകെയുള്ള കപ്പൽ വ്യാപാരത്തിന്റെ 10% നടക്കുന്നത് ഈ പാതയിലൂടെയാണ്. ചൈന, ഇന്ത്യ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള ചരക്കു നീക്കത്തിന്റെ പ്രധാന ആശ്രയം കൂടിയാണ് ഇത്. ഇതിനെല്ലാം പുറമെ ഹോർമുസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുന്ന നിലവിലെ സാഹചര്യത്തിൽ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ യൂറോപ്പിലേക്കും മറ്റും എണ്ണ കയറ്റുമതി ചെയ്യാൻ ഇപ്പോൾ പൂർണ്ണമായും ആശ്രയിക്കുന്നത് ബാബൽ മന്ദബിനെയാണ്. ബാബൽ മന്ദബ് കടലിടുക്ക് അടച്ചുപൂട്ടുന്നത് ഇന്ത്യയുടെ അന്താരാഷ്ട്ര വ്യാപാരത്തെ, പ്രത്യേകിച്ച് യൂറോപ്പും പശ്ചിമേഷ്യയുമായുള്ള ഇടപാടുകളെ ഗുരുതരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽസ്, തുണിത്തരങ്ങൾ, രാസവസ്തുക്കൾ തുടങ്ങി ഇന്ത്യയുടെ പ്രധാന കയറ്റുമതി ഉൽപ്പന്നങ്ങൾ ഭൂരിഭാഗവും സൂയസ് കനാൽ ചെങ്കടൽ പാതയിലൂടെയാണ് നീങ്ങുന്നത്. ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള ആകെ കയറ്റുമതിയുടെ 80% ബാബൽ മന്ദബ് വഴിയുള്ള ചെങ്കടൽ പാതയാണ് ആശ്രയിക്കുന്നത്.